ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ക്ലാസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് 1 റെയിൻ ഓഫ് ലവ് എന്ന യൂണിറ്റിലെ നെക്സ്റ്റ് പാർട്ടാണ് മേക്കിംഗ് എ ഷവർ. വാട്ട് യു മീൻ ബൈ മേക്കിംഗ് എ ഷവർ? അപ്പോൾ എല്ലാവർക്കും അറിയില്ലേ ഷവർ എന്താണ്? നമ്മൾ കുളിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഷവർ അല്ലേ. അപ്പം എങ്ങനെയാണ് നമ്മുടെ രാജ ഷവർ ഉണ്ടാക്കുന്നത് എന്നാണ് ഈ ഒരു പാർട്ടിൽ പറയുന്നത്. നോക്കാം. ഇറ്റ് വാസ് ആൻ ഈവനിങ് ആഫ്റ്റർ എ ഹെവി റെയിൻ. Grandfather was picking flowers from the jasmine bush under the sandalwood tree. The leaves of the tree were full of raindrops. I knew I could make rain if I shook the tree and grandfather, and I would get a good shower. I like bathing in the rain, but he might not like it. But it would be great fun. It was an evening after a heavy rain. നല്ല ഹെവി ആയിട്ടുള്ള മഴ പെയ്ത ഒരു ദിവസം വൈകുന്നേരം. Grandfather was picking flowers from the jasmine bush under the sandalwood tree. ചന്ദനമരത്തിൻ്റെ അടിയിലെ മുല്ലച്ചെടിയിൽ നിന്ന് മുല്ലപ്പൂകൾ ശേഖരിക്കുകയായിരുന്നു എൻ്റെ മുത്തശ്ശൻ. The leaves of the tree were full of raindrops. ചന്ദനമരത്തിൻ്റെ ഇലകൾ നിറയെ എന്താണ്? മഴത്തുള്ളികളാണല്ലേ. കാര്യം എന്താണ്? അന്ന് വൈകുന്നേരമായപ്പോൾ നല്ല ശക്തിയുള്ള മഴ പെയ്തിരുന്നുല്ലേ. ആ മഴ കാരണം സാൻഡൽവുഡ് ട്രീ ഫുള്ളായിട്ട് എന്താണ്? മഴത്തുള്ളികളാണല്ലേ. ഇലയിലും ശാഖയിലൊക്കെ മഴത്തുള്ളികളാണ്. I knew I could make rain if I shook the tree and grandfather, and I would get a good shower. അപ്പം രാജ പറയാണ്, ആ മരം ഒന്ന് കുലുക്കിയാൽ എനിക്കും മുത്തശ്ശന് നല്ല ഷവർ കിട്ടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഐ ലൈക്ക് ബാത്തിങ് ദ റെയിൻ. എനിക്ക് മഴയത്ത് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഹി മൈറ്റ് നോട്ട് ലൈക്ക് ഇറ്റ്. പക്ഷെ എൻ്റെ മുത്തശ്ശന് ഇതൊന്നും ഇഷ്ടപ്പെടില്ല. ബട്ട് ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഫൺ. പക്ഷേ അത് വളരെയധികം രസമായിരിക്കില്ലേ എന്ന് രാജ ഓർക്കാണ്. രാജ ഇങ്ങനെ ചിന്തിക്കുകയാണ്. So I quietly went near the sandalwood tree and shook it with all my strength. There was a heavy shower and both grandfather and I were soaked. I love it. But grandfather did not. He turned to me with an angry look. I was sure he would catch me and beat me. So I ran. He ran after me. I ran fast, but he ran faster. He had almost caught me when he stumbled and fell. I ran away to the paddy field and hid myself there. I heard grandfather shout that he would teach me a lesson when I came back home. അപ്പം എന്താ പറയുന്നത്? നമ്മുടെ രാജ എന്താ ചെയ്തത്? പതിയെ ചെന്ന് ആ സാൻഡൽവുഡ് ട്രീയിലെ സർവ്വശക്തി എടുത്തിട്ട് ആഞ്ഞു കുലുക്കില്ലേ. ആ ചന്ദനമരം എന്ത് ചെയ്തു? അവന് മെല്ലെ പോയിട്ട് നല്ല ശക്തിയിൽ ഒരൊറ്റ കുലുക്കലില്ലേ ആ മരം. അപ്പം എന്ത് ചെയ്തു? ആ ട്രീ കുലുങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? നിറയെ മഴത്തുള്ളികളായിരുന്നു അല്ലേ. അതെല്ലാം ഗ്രാൻഡ് ഫാദറിൻ്റെയും രാജയുടെയും മേലിൽ വീണില്ലേ. അവർ അതിലാകെ നനഞ്ഞു കുതിർന്നു. ഇത് കണ്ടപ്പോൾ ഗ്രാൻഡ് ഫാദറിന് എന്താണ് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ തുറക്കനെ നോക്കുകയാണ് നമ്മളെ രാജയല്ലേ. അങ്ങനെ നമ്മുടെ രാജ സാൻഡൽവുഡ് ട്രീ കുലുക്കിയപ്പോൾ അതിലെ റെയിൻ ഡ്രോപ്സ് എല്ലാം മുത്തശ്ശൻ്റെയും രാജയുടെയും മേലാകെ വീണുല്ലേ. എപ്പോഴോ മുത്തശ്ശൻക്ക് ആകെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ തുറക്കനെ നോക്കുകയാണ്. അപ്പം നമ്മുടെ രാജക്ക് മനസ്സിലായി എന്താണ്? ഗ്രാൻഡ് ഫാദർ എന്നെ പിടിച്ച് തല്ലുമെന്ന് രാജക്ക് അറിയാമായിരുന്നില്ലേ. അതുകൊണ്ട് രാജ എന്താ ചെയ്തത്? രാജ ഓടില്ലേ. മുത്തശ്ശനും അതിൻ്റെ പിന്നാലെ ഓടില്ലേ. അപ്പം രാജ ഏറ്റവും വേഗത്തിൽ ഓടി. അപ്പം എന്ത് ചെയ്തു? മുത്തശ്ശനും അതിനേക്കാളും സ്പീഡിൽ ഓടില്ലേ. പക്ഷെ എന്താ സംഭവിച്ചത്? മുത്തശ്ശനും സ്പീഡിൽ ഓടില്ലേ. അങ്ങനെ ഓടുന്ന ടൈമിൽ മുത്തശ്ശൻ്റെ കാലൊന്ന് ഇടറിയൊന്ന് വീണു. അപ്പം രാജ പിന്നെ എങ്ങോട്ടാണ് ഓടിപ്പോയത്? പാഡി ഫീൽഡിലോട്ടാണ് അവനെ ഒളിഞ്ഞിരിക്കാൻ പോയതല്ലേ. അവരുടെ വയലിലേക്ക് ഓടി. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവിടെ ഇങ്ങനെ മെല്ലെ ഒളിച്ചിരുന്നില്ലേ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ ഉറക്കാൻ ഷട്ടൗൺ എന്താണ് ഉറക്കെ വിളിച്ച് പറയാണ്, നീ വീട്ടിലോട്ട് വാട്ടാ, നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് വീട്ടിലെത്തിയാലെന്ന് മുത്തച്ഛന് ദേഷ്യത്തോടെ നല്ല സൗണ്ടിൽ പറയാണെന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. I did not want to go home because I feared grandfather would beat me. I stayed on in the field. It was getting dark. I was afraid to stay there alone in the darkness. I remembered all the ghost stories I had heard. I stood up, looked around, and then ran towards home. കാരണം വീട്ടിലേക്ക് തിരിച്ചു ചെന്നാൽ ഗ്രാൻഡ് ഫാദറിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടുന്നില്ലേ. അത് പേടിച്ചിട്ടാണ് അവന് അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നതല്ലേ. പക്ഷേ കൂടുതൽ ഇരുട്ടാകും തോറും നമ്മുടെ രാജയ്ക്ക് എന്തായി? പേടിയാകാൻ തുടങ്ങിയില്ലേ. എന്താണ് പിന്നെ നമ്മുടെ രാജ ഇങ്ങനെ അവിടെ ഇരുന്നപ്പോൾ പേടിച്ചിട്ട് ഓർത്തത്? അവന് മുമ്പ് കേട്ടിട്ടുള്ള അതേപോലെ തന്നെ മുമ്പ് കണ്ടിട്ടുള്ള എല്ലാ പ്രേത കഥകളും എന്ത് ചെയ്തു? അവനക്ക് ഓർമ്മയിൽ വന്നില്ലേ.
എന്നിട്ട് രാജ എന്ത് ചെയ്തു? പതിയെ എണീറ്റ് വീടിൻ്റെ നേരേക്ക് ഓടില്ലേ, അവൻ്റെ വീടിൻ്റെ നേരേക്ക് അവൻ ഓടി. I was still afraid to face grandfather, so I did not go inside the house. I went to the cowshed and took shelter in the loft. From there, I could see grandfather sitting on the veranda saying his prayers. എന്നിട്ടോ എവിടേക്കാണ് നമ്മുടെ രാജ പോയത്? വീട്ടിൽ കയറിയോ? ഇല്ലല്ലേ, അവനക്ക് പേടിയായിരുന്നില്ലേ മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോകാൻ. സോ രാജ എവിടേക്ക് പോയി? പശുവിൻ്റെ തൊഴുത്തിലേക്ക് പോയില്ലേ. എന്നിട്ട് എന്ത് ചെയ്തു? പശുത്തൊഴുത്തിൻ്റെ ഏറ്റവും മുകളിലെ തട്ടിൽ കയറി ഇങ്ങനെ ഇരുന്നു. അവിടെ ഇരുന്നിട്ട് രാജയ്ക്ക് എന്തെല്ലാം കാണാമായിരുന്നു? ഗ്രാൻഡ് ഫാദർ വരാന്തയിൽ ഇരുന്ന് ഇങ്ങനെ പ്രയർ ചെല്ലുന്നതൊക്കെ അവനക്ക് കാണാമായിരുന്നു അല്ലേ. അപ്പം എന്താണ്, പശുത്തൊഴുത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ തട്ടിൽ അവന് കയറിയിട്ട് ഇങ്ങനെ അവൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കാണുകയാണ്. അതാണ് ഈ ഒരു പാരഗ്രാഫ് പറയുന്നത്. ഗ്രാൻഡ് വാസ് വെയിറ്റിംഗ് ഫോർ മീ വെൻ ഐ ഡിഡ് നോട്ട് ടേൺ അപ്പ്. ഷീ ലുക്ക്ഡ് ഫോർ മീ എവരിവെയർ ഇൻ ദ ഹൗസ്. ദെൻ ഷീ കെയിം ഔട്ട് ആൻഡ് കോൾഡ് അലൗഡ് ഫോർ മീ, thinking that I was somewhere in the garden. She did not get any answer. Then she went to grandfather and asked him where I was. You look for him in the house. Grandfather said, he is hiding somewhere. He is not in the house. Grandmother said, I looked for him everywhere. ഇന്ന് രാജയെ ഗ്രാൻഡ് മദർ അല്ലേ, ഇരുട്ടായിട്ട് രാജയെ കാണാനില്ലല്ലേ. ഗ്രാൻഡ് മദർ ഉറക്കെ വിളിച്ചില്ലേ. കാര്യം എന്താണ്? തോട്ടത്തിലെങ്ങാനും രാജ ഉണ്ടെങ്കിലോ എന്ന് ആലോചിച്ചിട്ട് വിളിച്ചതല്ലേ. പക്ഷേ രാജ വന്നില്ലല്ലേ, രാജ വിളി കേട്ടതേ ഇല്ല. അങ്ങനെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഗ്രാൻഡ്മ ചെന്നിട്ട് ചോദിക്കുകയാണ്, എവിടെ രാജ, എവിടെയാണ് രാജ? അപ്പം എന്താണ് ഗ്രാൻഡ് ഫാദർ പറയുന്നത്? വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ നോക്ക്, അവന് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാകുമെന്ന്. അപ്പോൾ ഗ്രാൻഡ് മദർ എന്താ പറഞ്ഞത്? ഹീ ഈസ് നോട്ട് ഇൻ ദ ഹൗസ്. ഗ്രാൻഡ് മദർ സെയ്ഡ്, ഐ ലുക്ക് ഫോർ ഹിം എവരിവെയർ. ഗ്രാൻഡ് മദർ എന്താ പറയുന്നത്? അവൻ വീട്ടിൽ എങ്ങും ഇല്ല, ഞാൻ എല്ലായിടത്തും നോക്കി എന്നാണ് പറയുന്നത്. The news spreads. Then grandfather stood up and went outside and called aloud, Come Raja, come. I won't beat you. But I did not answer him, for I thought that he would beat me. എന്നിട്ട് എന്ത് ചെയ്തു? എന്താണ് ഗ്രാൻഡ് ഫാദർ ചെയ്തത്? ഗ്രാൻഡ് ഫാദർ പതിയെ അവിടെ നിന്ന് എണീറ്റിട്ട് പുറത്തേക്ക് ഒന്ന് ഇറങ്ങില്ലേ. എന്നിട്ട് എന്ത് ചെയ്തു? രാജയെ ഇങ്ങനെ ഉറക്കെ വിളിച്ചില്ലേ. പക്ഷെ രാജ എന്താണ്, വന്നോ? ഒരിക്കലില്ലല്ലേ. ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, ഞാൻ എന്നെ തല്ലില്ല, നീ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ ഉറക്കെ വിളിക്കുകയാണ്. പക്ഷെ മറുപടി ഒന്നും ഉണ്ടായില്ലല്ലേ. രാജ മിണ്ടാതെ അവിടെ ഇരുന്നു. കാരണം എന്താണ്? രാജ എന്താ ചിന്തിച്ചത്? ഗ്രാൻഡ് ഫാദറിന്റെ കയ്യിൽ നിന്ന് എനിക്ക് അടി കിട്ടുമെന്നാണ് അവനെ ചിന്തിച്ചത്. ഓക്കെ. Grandmother was angry and said, He won't come, you drove him away. I heard you say that you would beat him if he came home. Poor child, he is afraid of you and has run away. ഗ്രാൻഡ് മദറിന് ആകെ ദേഷ്യം വന്നില്ലേ. കാര്യം എന്താണ്? എന്നിട്ട് എന്താ പറയുന്നത് ഗ്രാൻഡ് ഫാദറിനോട്? അവന് വീട്ടിലേക്ക് വരില്ല, നിങ്ങൾ അവനെ ഓടിച്ച് വിട്ടിരിക്കുകയാണ്. ഞാൻ കേട്ടു നിങ്ങൾ അവനെ ചീത്ത പറയുന്നതല്ലേ. ഇനി നീ വീട്ടിലേക്ക് വന്നാൽ തല്ലുമെന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. പാവം കുട്ടി, അവന് പേടിച്ചിട്ട് ഇവിടുന്ന് ഓടിപ്പോയിരിക്കുകയാണെന്ന് മുത്തശ്ശി സങ്കടത്തോടെ ദേഷ്യത്തോടെ ഇങ്ങനെ മുത്തശ്ശിനോട് പറയാണ്. Grandfather called the servants and asked them to go out and look for me. They went out, but after a while returned to say that they could not find me. Grandmother started weeping. Grandfather started walking down the courtyard. ഗ്രാൻഡ് ഫാദർ സെർവൻറ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, രാജ എവിടെയാണെന്ന് നോക്കിയിട്ട് വരാനല്ലേ. സെർവൻസ് എന്ത് ചെയ്തു? രാജയെ തിരിഞ്ഞു പോയില്ലേ. കുറേ സമയം ഇങ്ങനെ തിരഞ്ഞു. പക്ഷെ എന്താണ്, കുറേ സമയം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അവർക്ക് എവിടെയും രാജയെ കാണാൻ കഴിഞ്ഞില്ല, കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നല്ലേ. ഇത് കേട്ടപ്പോഴേക്കും ഗ്രാൻഡ് മദർ എന്ത് ചെയ്തു? കരയാൻ തുടങ്ങിയില്ലേ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഇരുന്നോടത്ത് നിന്ന് എണീറ്റിട്ട് എന്ത് ചെയ്തു? മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാൻ തുടങ്ങി, ടെൻഷൻ കൊണ്ടില്ലേ. The news that I was missing spread. Our neighbors came first, then our relatives, and then others who had heard the bad news. Many came to offer their sympathies to grandmother. Grandfather did not like this. He shouted, Nothing has happened to the boy. He is hiding somewhere. Cannot some of you go out and find him instead of wasting your time here? Some of them went out to search for me. എന്തുണ്ടായത്? രാജയെ കാണാനില്ല എന്ന വാർത്ത പെട്ടെന്ന് എല്ലായിടവും പടർന്നു അല്ലേ. കേട്ടവരെല്ലാം രാജയുടെ വീട്ടിലേക്ക് ഓടിയെത്തി. ആരൊക്കെയാ വന്നത്?
അയൽക്കാരും ബന്ധുക്കളും മറ്റാളുകളെല്ലാം ഇവരുടെ വീട്ടിലേക്ക് വന്നുല്ലേ. എല്ലാവരും ഗ്രാൻഡ് മദറിനെ ഇങ്ങനെ ആശ്വസിപ്പിക്കണം. കാര്യം എന്താണ്, ഗ്രാൻഡ് മദർ ഇങ്ങനെ കരയാണില്ലേ, എൻ്റെ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞിങ്ങനെ കരയാണ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യാണ്, ഗ്രാൻഡ് മദറിനെ ആശ്വസിപ്പിക്കുകയാണല്ലേ. ഇതൊന്നും നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് എന്താണ് ഇഷ്ടമാകുന്നില്ലേ. കാര്യം എന്താണ്, അദ്ദേഹം എന്താ പറയുന്നത്, രാജയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല, അവൻ ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് ടൈം വേസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് രാജയെ പോയി കണ്ടുപിടിക്കുന്നു പറയാണ് നമ്മുടെ ഗ്രാൻഡ് ഫാദർ. More and more people came and soon there was a big crowd. By now grandmother had lost all hope of seeing me again. She started telling the people what a good boy I was. The search parties returned without finding me. Grandmother started weeping loudly. The women in the crowd also wept. The servants of the house joined in the wailing. They all acted as if I were dead. പിന്നെ എന്തുണ്ടായി, കൂടുതൽ ആളുകൾ ഇങ്ങനെ വീട്ടിലേക്ക് എത്താൻ തുടങ്ങിയില്ലേ. രാജ മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞിട്ട് കൂടുതൽ ആളുകൾ എന്ത് ചെയ്തു, രാജയുടെ വീട്ടിലെത്തില്ലേ. അങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടം തന്നെ ഉണ്ടായില്ലേ. പക്ഷേ ഗ്രാൻഡ് മദറിന് രാജയെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലായിരുന്നില്ലേ. ആ പ്രതീക്ഷ ഒക്കെ പോയില്ലേ. വളരെയധികം ഉച്ചത്തിൽ ഗ്രാൻഡ് മദർ ഇങ്ങനെ കരയാൻ തുടങ്ങിയില്ലേ. ഇത് കണ്ട് അവിടെ കൂടിയ സ്ത്രീകളും സെർവൻ്റ് എല്ലാം കൂടെ കരയാൻ തുടങ്ങി. ഞാൻ മരിച്ചു പോയതുപോലെയാണ് അവിടെയുള്ള ആളുകൾ കാട്ടിക്കൂട്ടിയിരുന്നത് അല്ലേ. എൻ്റെ രാജ എന്താ പറയുന്നത്, ഞാൻ മരിച്ചു പോയതുപോലെയാണ് അവരെല്ലാം അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. I felt very sorry for grandmother. I want to come out. Grandfather was a man of strong will, but I knew that he too felt very sad. He did not, however, lose hope. He stood up, turned in the direction of our family temple and prayed, "Help me, God," and said, "Give me my child. I want him now. I cannot wait any longer." He then stood silent in prayer. അതായത് ഗ്രാൻഡ് മദർ കരയുന്നത് കണ്ടിട്ട് നമ്മുടെ രാജയ്ക്ക് വളരെയധികം വിഷമായില്ലേ. ഇപ്പോൾ രാജയ്ക്ക് വീട്ടിലേക്ക് തിരികെ കയറി ചെല്ലണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അവൻ എന്ത് ചെയ്യണേ, പോകുന്നില്ല. പക്ഷേ ഗ്രാൻഡ് മദറിൻ്റെ കരച്ചിലൊക്കെ കാണുമ്പോൾ അവനക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഗ്രാൻഡ് ഫാദറും വളരെയേറെ വിഷമത്തിലാണല്ലേ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളൊന്നും പോയിട്ടില്ല. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു രാജ തിരികെ വരുമെന്ന്. എന്നിട്ട് ഗ്രാൻഡ് ഫാദർ എന്താ ചെയ്തത്, അവരുടെ കുടുംബക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയില്ലേ. എന്താ പ്രാർത്ഥിച്ചത്, "Help me God," he said, "Give me my child. I want him now. I cannot wait any longer." He then stood silent in prayer. അപ്പം എന്താ സംഭവിച്ചത്, എന്നിട്ട് എന്താ പറയുന്നത്, എൻ്റെ കുട്ടിയെ തിരികെ തരൂ, എനിക്കിനി കാത്തിരിക്കാൻ പറ്റില്ല, അവനെ എനിക്ക് ഇപ്പോൾ തന്നെ വേണമെന്ന് കരഞ്ഞുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ഗ്രാൻഡ് ഫാദർ. At that moment, uncle returned. He learned what was happening at home. He looked around and guessed where I was. He came to the cowshed and asked me to come down. I came down. Uncle took me into the house. Grandfather had just finished his prayer and turned. As he opened his eyes, he saw me standing before him. He took me up in his arm in joy, hugged me and said, "God heard my prayers and has given you back to us." നമ്മുടെ രാജയുടെ അങ്കിൾ തിരികെ വന്നുല്ലേ. ഈ വാർത്ത എല്ലാം അറിഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ എല്ലാം സെർച്ച് ചെയ്തു അല്ലേ. എന്നിട്ട് നേരെ അദ്ദേഹം ചെന്നത് കൗഷഡിൽ ചെന്നുല്ലേ. അപ്പോൾ രാജയെ കണ്ടു, രാജയോട് താഴെ ഇറങ്ങി വരാൻ പറഞ്ഞു. രാജ എന്ത് ചെയ്തു, താഴെ ഇറങ്ങി വന്നില്ലേ. എന്നിട്ട് അങ്കിളിൻ്റെ കൂടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയി. അപ്പോൾ അവർ കയറി ചെന്നപ്പോഴേക്കും ഗ്രാൻഡ് ഫാദർ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് തിരിഞ്ഞെന്ന് കണ്ണിങ്ങനെ തുറന്നതാ അല്ലേ. കണ്ണിങ്ങനെ പൂട്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് കണ്ണ് തുറന്നതും ആരെയാ കണ്ടത്, നമ്മുടെ രാജയെ കണ്ടില്ലേ. എന്നിട്ട് ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു, സന്തോഷത്തിൽ എന്ത് ചെയ്തു, രാജയെ വാരിയെടുത്തില്ലേ. എന്നിട്ട് കെട്ടിപ്പിടിച്ചില്ലേ. എന്നിട്ട് പറയാണ്, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, നിന്നെ ഞങ്ങൾക്ക് തിരികെ തന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ സ്റ്റോറി മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ബാക്കി വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്പർ 6, who do you like to play with at home? നിങ്ങൾക്ക് വീട്ടിൽ ആരുടെ കൂടെ കളിക്കാനാണ് ഇഷ്ടം? Then 7, what was the reaction of the grandfather when he was soaked in the shower? എന്താണ് ആ ഒരു സാൻഡിൽവുഡിലെ ആ ചെടി കുലുക്കിയപ്പോൾ ഗ്രാൻഡ് ഫാദറിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? ഭയങ്കര ദേഷ്യം. 8, why did Raja select the loft in the cowshed as his hiding place? എന്തിനാണ് അവരുടെ വീടിന്റെ തൊട്ടടുത്തുള്ള പശുത്തൊഴുത്തിന്റെ അടുത്തുള്ള പുല്ലുകളിൽ അവന് ഒളിച്ചത് അല്ലേ.
കാര്യം എന്താണ്, അവിടെ അവനക്ക് കമ്പനിക്ക് പശുക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെന്താന്ന് എഴുതുക. Then 9. Grandmother was extremely worried when he knew that Raja was missing. Pick out the sentences from the passage which convey this idea. രാജയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഗ്രാൻഡ് മദർ ആകെ എന്താ ഇത് ഭയന്നുല്ലേ, ആകെ പേടിച്ചു. ആ മെസ്സേജ് തരുന്ന സെന്റൻസ് ഏതാണ് ടെക്സ്റ്റിൽ, ആ ഒരു സെന്റൻസ് എഴുതാനാണ് പറയുന്നത്. ഗ്രാൻഡ് മദർ ഫെൽറ്റ് ആംഗ്രി വിത്ത് ഗ്രാൻഡ് ഫാദർ. ഡു യു സപ്പോർട്ട് ദി ഗ്രാൻഡ് മദർ? വൈ? ഗ്രാൻഡ് മദറിന് ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യം തോന്നില്ലേ, നിങ്ങൾ ഗ്രാൻഡ് മദറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, എന്തുകൊണ്ട്? ദ 11. വൈ ഡിഡ് ഗ്രാൻഡ് ഫാദർ ലോസ് ഹിസ് ടെമ്പർ? എന്താണ്, എപ്പോഴാണ് ഗ്രാൻഡ് ഫാദറിന് നിയന്ത്രിക്കാൻ പറ്റാതായത്? ഒരുപാട് ആളുകളൊക്കെ കൂടി ന്യൂസൊക്കെ സ്പ്രെഡ് ചെയ്തപ്പോൾ അല്ലേ. അപ്പോൾ ഇതെന്താന്ന് ആൻസർ എഴുതുക. Then 12. Where might the people have searched for Raja? Why couldn't they find him? എവിടെയൊക്കെയാണ് ആളുകൾ നമ്മുടെ രാജയെ സെർച്ച് ചെയ്തത്, എന്തുകൊണ്ട് അവർക്ക് അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല? അപ്പോൾ അതിൻ്റെ ആൻസറും കൂടി എഴുതുക കേട്ടോ. Then 30. I want to come out. What prevent Raja from coming out? രാജയ്ക്ക് പുറത്ത് വരണമെന്നുണ്ടായിരുന്നു അല്ലേ. രാജ എന്തുകൊണ്ടാണ് പുറത്ത് വരാതിരുന്നത്, എന്തായിരുന്നു ആ ഒരു തടസ്സം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Then 40. What would Raja say to his grandfather when he returned home? തിരിച്ച് രാജ വീട്ടിലെത്തിയപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് എന്താണ് ഇക്കരെ രാജ പറഞ്ഞിട്ടുണ്ടാവുക? എല്ലാവരും ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്ന സമയത്ത് അവൻ എന്താ പറയുക? സോറി ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസറും അതാ. അപ്പോൾ ഓക്കെ, താങ്ക് യു.